അടുത്തൊരു മുൻപിലെ പുത്തൻ ബ്രഹ്മവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് അലീന പറയുകയാണ്, വന്നിട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് മാഡം പോയിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, ആരെ കാണിച്ചു തരാമെന്നും പറഞ്ഞു. എന്നെയല്ല പിന്നെ ആരെയാ എന്ന് അലീന പറയുകയാണ്. എന്നോട് മാത്രമാണല്ലോ മുത്തശ്ശി മാഡത്തിന് ദേഷ്യമുള്ളത്, വേറെ ആരോടും ദേഷ്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ബാലേന്ദ്രൻ സാറിനോടും ദേഷ്യമുണ്ട്. ഇതൊക്കെ ഇവിടെ ചെന്നെത്തുമോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീന അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിക്ക് ആകപ്പാടെ വെപ്രാളമായി. ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് പോയത്, ആർക്കിട്ട് പണി കൊടുക്കാനാണ് പോയത് എന്നുള്ള മുത്തശ്ശിക്കൊരു വെപ്രാളമായി. അങ്ങനെ മുത്തശ്ശി ഫോൺ എടുത്താണെങ്കിൽ വൈജയെ വിളിക്കാൻ. നീ എവിടെയാ ഇപ്പം? ഞാൻ എവിടെയായാലും എന്താ, നിങ്ങൾക്കാർക്കും എൻ്റെ കാര്യം തിരക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവൾ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ഞാനല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലാത്തവൾ. ഞാൻ എവിടെ പോയാലെന്താ എന്ന് വൈജ പറയുകയാണ്. ഇത്രയും പറഞ്ഞങ്ങ് ഫോൺ വെക്കുകയാണ് വൈജ. അപ്പം കനക ചോദിക്കുകയാണ്, ആരാ വിളിച്ചത്? അമ്മയാ. ഞാൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അമ്മയ്ക്കെപ്പോഴും അവളുടെ സൈഡാണ് സംസാരിക്കാനേ ഉള്ളൂ. ഞാനാണ് അവിടെ കുറ്റക്കാരി. അമ്മയാണ് ആദ്യം അവളുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതെന്ന് നമ്മുടെ വൈജ പറയാണ്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോയെന്ന് അവിടെ ചെന്ന് അമ്മയടുത്ത് പറഞ്ഞാണ്. അപ്പം എവിടെ പോയെന്ന് അറിയാനാണ് അമ്മയെ വിളിച്ചേക്കുന്നതെന്ന് വൈജ പറയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇനിയും മുത്തശ്ശിയാണ്. മുത്തശ്ശി പറയാണ്, ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള ഈ വടംവലി എന്ന് തീരാനാ, എങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റും എന്ന് അലീനയോട് ചോദിക്കുകയാണ്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന എന്നിട്ട് പിന്നെ പറയുക, ഇത് തീർക്കണമെങ്കിൽ മാഡം തന്നെ വിചാരിക്കണം. അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, അതെങ്ങനെ? മാഡം ചെങ്കോലും കിരീടവും എല്ലാം താഴെ വെച്ച് സ്വയം കീഴടങ്ങണമെന്ന് നമ്മുടെ അലീന പറയാണ്. മുത്തശ്ശി പറയുകയാണ്, അത് നടക്കുന്ന കാര്യമല്ല. അവൾ ആരുടെയും മുന്നിൽ താരാനായിട്ട് അവൾ നോക്കത്തില്ല. അവൾക്കെപ്പോഴും ജയിച്ച് തന്നെ നിൽക്കണം. ഇതിന് തന്നെ ഒരു ഉദാഹരണമാണ്. നിന്നെ ഇവിടുന്ന് പുറത്താക്കുക എന്ന അവളുടെ ഒരു വാശി മാത്രമാണ്. അതിനു വേണ്ടിയാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് മുത്തശ്ശി പറയാണ്. ഈ സമയത്ത് വൈജ കനകയോട് പറയാണ്, എനിക്ക് എവിടുന്നെങ്കിലും ഒരു ഹോം നേഴ്സിനെ ഒപ്പിച്ച് കേട്ടെത്തി, അല്ലാതെ നടക്കത്തില്ല. അല്ലാതെ ഒരു രീതിയിലും എനിക്ക് അവളെ പുറത്താക്കാൻ പറ്റത്തില്ല എന്ന് വൈജ പറയാണ്. അപ്പം നമ്മുടെ കനക ചോദിക്കണം, നിനക്കെന്താ ബാലചന്ദ്രനെയും അലീനയും സംശയമാണോ? അതുകൊണ്ടാണോ നിനക്ക് ഇത്രയും വാശി? എനിക്ക് സംശയമൊന്നുമില്ല. ഇനി നാളെ ഇതുമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ സംശയം വന്നുകൂടാ എന്നില്ല എന്ന് വൈജ പറയാണ്. കനക പറയാണ്, അല്ലെങ്കിൽ തന്നെ ബാലചന്ദ്രന് നിന്നെ വേണ്ട. പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് ഇത്രയും വാശി പിടിച്ച് നിൽക്കുന്നത്? വൈജ പറയാണ്, അങ്ങനെ അയാളുടെ ഇഷ്ടങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഞാനാരാ? എനിക്കെന്താണ് ആ വീട്ടിലെ റോള് എന്നൊക്കെ നമ്മുടെ വൈജ പറയാണ്. കനക ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും എങ്ങനെയെങ്കിലും വൈജയുടെ ജീവിതം നശിച്ചു കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കനക. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ വൈജ വരികയാണ്. വൈജയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. നേരെ മുത്തശ്ശിയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് നമ്മുടെ അലീനയാണെങ്കിൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്നതാണ് മുത്തശ്ശിയെ. ഫുഡൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് പുതിയൊരാളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി അടുത്ത് പറയാണ്, ഇതാണ് അമ്മയെ നോക്കാൻ വന്നേക്കുന്ന പുതിയ ആൾ. മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് മുതൽ അലീനയുടെ സേവനം നമുക്ക് ആവശ്യമില്ല. ഇന്ന് മുതൽ അമ്മയ്ക്ക് പുതിയ ഹോം നേഴ്സാണ്. മുത്തശ്ശി അന്തം വിട്ട് നിൽക്കുകയാണ്. ഇന്ന് മുതൽ ഇവളെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഇനി ഇവളുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി എന്ത് പോസ്റ്റിലാണ് ഇവളിവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ബാലചന്ദ്രനും കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോലെ. അപ്പം വൈജ പറയാണ്, എല്ലാ കാര്യവും അങ്ങ് ബാലചന്ദ്രൻ മാത്രം നിങ്ങൾക്ക് തീരുമാനിച്ചാലോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? ഞാൻ പിന്നെ ഇവിടെ ആരാ എന്ന് നമ്മുടെ വൈജ പറയാണ്. അപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. മുത്തശ്ശി പറയാണ്, ഇത് നീ തീകൊള്ളി കൊണ്ട് തലയുറിയാണ്. ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വൈജ പറയാണ്, ഇത് ആവശ്യമുള്ള തീരുമാനമാണ്. ഇത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇനി എന്ത് വന്നാലും ഞാൻ മാറ്റാൻ തയ്യാറല്ല. അപ്പം മുത്തശ്ശി പറയാ, നമ്മുടെ ബാലചന്ദ്രൻ ഒരു ഹൃദ്രോഗിയാണെന്നുള്ള കാര്യം നീ മറന്നുപോയല്ലേ? നീ നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ വാശിയും ജയിക്കാൻ വേണ്ടി മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് നമ്മുടെ മുത്തശ്ശി പറയാണ്. അപ്പം വൈജ പറയാണ്, ഇനി എന്താ വന്നു കഴിഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അതിൽ എന്ത് വന്നാലും ഞാൻ അനുഭവിക്കാൻ തരാം. ഇനി ഇവളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കത്തില്ല. ഇവളെ ഞാൻ പറഞ്ഞു വിടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് വൈജ അങ്ങ് പോവാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.